എന്തടേ രാവിലെ തുടങ്ങിയ വായ്നോട്ടം തുടങ്ങിയാടേ? ഓ എന്തോന്ന് വായ്നോട്ടം, ഞാൻ വെറുതെ നോക്കിയിരുന്നു. അവനെ കണ്ടിട്ട് വേണം ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഓപ്പറേഷനാ? ഓപ്പറേഷൻ മോഹനണ്ണന്റെ കട. ഓ ഓ ഓ എന്നത് എടാ എനിക്കറിയാടേ. അവന്റെ കടയിൽ വരുന്ന പെണ്ണുങ്ങളെ കാണുമ്പോ അവനൊരു ഇളക്കം. എടാ അതൊക്കെ ഒരു ബിസിനസ്സിനാക്കാടേ. അല്ല നിനക്കെന്തരടി ഇതിൽ ഇത്ര വലിയ അസൂയ? ഓ ഇവക്ക് അയാളോട് ദേഷ്യമൊന്നുമില്ല. നിന്നെ എനിക്ക് അറിഞ്ഞൂടേടാ മോനെ. മോഹനണ്ണന്റെ കടയിൽ ആമ്പിള്ളേരാരെങ്കിലും വന്നാ ടപ്പേന്ന് സാധനം എടുത്തു കൊടുക്കും. പാവാട ഇട്ട ആരെങ്കിലും വന്നാ കുണുകുണു കുണുകുണു കുണുകുണു. ഞാൻ അങ്ങരുടെ കട പൂട്ടിക്കും. എന്തിന്? ആ ലോകത്ത് രണ്ട് സാധനങ്ങൾക്ക് മരുന്നില്ല എന്ന് എനിക്കറിയാം. മരുന്ന് ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ അണ്ണാക്കില മരുന്ന് ഞാൻ കുത്തി കയറ്റും പോകുന്നു. എന്തിന്? എന്താണ് ഇത്രയും ദേഷ്യം ഇവിടെ അങ്ങനെ അടുത്ത്? അവനിട്ടൊരു പണി കൊടുക്കണം. അവൻ ഇവനെന്നൊന്നും പറയാതെ ഒന്നുമില്ലേ, നിന്നെക്കാളും പ്രായമില്ലടേ. ബഹുമാനപ്പെട്ട മോഹനണ്ണൻ അവർക്ക് ഒരു പണി കൊടുക്കണം. നീ എന്റെ കൂടെ നിൽക്കൂടെ? ഇനി ഐഡിയ? ഒരു ചുക്കുമില്ല നിന്റെ കയ്യില്. പണ്ട് എനിക്കിട്ടൊരു പണി അയാൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിനൊരു പ്രതികാരം ആയിക്കോട്ടെ. ഈ ഏരിയയിൽ അയാളുടെ ഒരു കട മാത്രമേ ഉള്ളൂ. അതാണ് അയാളുടെ ഒരു വലിയ അഹങ്കാരം. ആളുകളെ അയാളുടെ കടയിലോട്ട് വരാതാക്കണം. അയാളുടെ കടയിലെ സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണെന്നങ്ങ് പറഞ്ഞു പരത്തണം. ഏതെങ്കിലും പെമ്പിള്ളേർ അങ്ങേരെ കടയിൽ ചെല്ലുമ്പോൾ നീ അവിടെ പോയി ഒരു സാധനം വാങ്ങിക്കണം. എന്നിട്ട് അയ്യോ ഭയങ്കര വിലയാണല്ലോ എന്നങ്ങ് വിളിച്ചു പറയണം. മനസ്സിലായ? ഒന്നും മനസ്സിലായില്ല. ഏതെങ്കിലും പെണ്ണണ്ണന്റെ കടയിൽ വരുമ്പോൾ നീ അവിടെ ചെല്ലണം. എന്നിട്ട് 1/2 കിലോ പഴം വാങ്ങണം. അയ്യോ അത് പറ്റൂല. ഞാൻ ഇന്നലെ ഒരു 1/2 കിലോ വാങ്ങിയതേ ഉള്ളൂ. സോറി. എന്നാ 1 കിലോ അരി അല്ലെങ്കിൽ 1 കിലോ ബിസ്ക്കറ്റ്, പയറ്, പഞ്ചസാര, എന്തൊരു പണ്ടാരെങ്കിലും ഒന്ന് വാങ്ങടേ. ഓക്കെ ഓക്കെ. നീ അണ്ണന്റെ കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചിട്ട് എന്ത് വിലയായെന്ന് ചോദിക്കണം. അണ്ണൻ വില പറയുമ്പോൾ നീ പറയണം അയ്യോ ഇത് എന്തൊരു വിലയാണാവോ എന്ന് പറയണം. അപ്പൊ കടയിൽ വരുന്ന ആൾക്കാർ വിചാരിക്കും ഈ കടയിൽ ഭയങ്കര വിലയാണെന്ന്. അപ്പൊ അവര് വേറെ കടയിൽ പോവും. ഈ കടയിൽ എന്തൊരു വിലയാണാവോ? ഡേ നിനക്ക് അഭിനയിക്കാൻ വല്ല അറിയാടേ? പ്രത്യേക കഴിവാണ് എനിക്കതിന്. ഇത് പൊളിഞ്ഞാലുണ്ടല്ലോ ചെമ്പരത്തിയും തലയിൽ വെച്ചോണ്ട് നടക്കേണ്ടി വരും. ചെമ്പരത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിനക്ക് എല്ലാം ഓർമ്മയുണ്ടല്ലോ, ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാം അറിയാം. അയാൾ എന്റെ കടയിൽ വരുന്നു, അയാൾ സാധനം വാങ്ങുന്നു. എന്റെ അമ്മു, എടാ നീ അയാളുടെ കടയിലാണ് പോണത്. അതെ അതെ. എന്നിട്ട് അയാൾ വരുന്നു, ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ കടയിൽ വിലയാണോ? ഈ ടെൻഷൻ അടിക്കാതെ. ആര് ഞാനാ? റിഹേഴ്സലിന് സമയമില്ല, നീ വേഗം പോടെ. എന്താ മോളെ വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലെങ്കിൽ അങ്കിൾ എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊരു വേണം? എന്തിന് വേണോടേ? അല്ലല്ല, 1/2 കിലോ ബിസ്ക്കറ്റ്. അല്ലല്ലോ, 1 കിലോ ബിസ്ക്കറ്റ്. 1 കിലോ ബിസ്ക്കറ്റ്. 1/2 കിലോ മാങ്ങ. അതിനിവിടെ മാങ്ങയില്ലല്ലോ. ഓക്കെ, താങ്ക് യു. കാൽ കിലോ. 1/4 കിലോ. വെറും 1/4 കിലോ. പഞ്ചസാര. പഞ്ചസാര. 1/2 കിലോ പഞ്ചസാര എടുത്തോളൂ. എത്ര രൂപ?
10 രൂപ. 10. എന്തൊരു വിലയാണായാണാവണോ? എന്ത്? ചേട്ടൻ എന്നതാ പറഞ്ഞ? 1 കിലോ പഞ്ചസാര എന്തൊരു വിലയാണായാണാവണോ? നോ. ചേട്ടോ പഞ്ചസാര വേണ്ടേ? വേണ്ട, എനിക്ക് ഷുഗറിന്റെ അസുഖമുണ്ട്. നീ എന്തിന്റെ ഓടിയത്? നിന്റെ അഭിനയം കണ്ട് ആരുടെ ഓടാത്തെ? ഞാൻ തോറ്റു പിന്മാറുന്ന പ്രശ്നമില്ല. ചെന്ന് കയറിക്കോട്ട്. ഞാൻ വേഷം മാറിപ്പോ. നീ എനിക്ക് ഒരു ഐഡിയയും കൂടെ പറഞ്ഞാടെ. ശരി, പക്ഷെ നിനക്ക് ഈ വേഷത്തിൽ ഒരിക്കൽ കൂടി പോകാൻ പറ്റൂല. വേറെ ഷർട്ട് ഇട്ടാലോ? ഭ്രാന്തായല്ലേ നിനക്ക്? നീ വേറൊരാളായി മാറണം, ഒരു പിച്ചക്കാരനാവണം. വേറെ എത്രയോ വേഷങ്ങൾ കിടക്കുന്നു. സിനിമാ നടൻ, പൈലറ്റ്, ഡോക്ടർ, എഞ്ചിനീയർ. ഞാൻ പറയണ നീ കേട്ടാ മതി. നീ പിച്ചക്കാരനാവുന്നു, അവിടെ പോയി പിച്ച ചോദിക്കുന്നു, അയാൾ 1 രൂപ തരുന്നു. അപ്പൊ നീ ചോദിക്കുന്നു, ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ കിടക്കുന്ന ഒരു പാവപ്പെട്ടവന് 1 രൂപയോ? നിങ്ങൾ എന്തൊരു ഹൃദയശൂന്യനാണ്. അപ്പോൾ അയാൾ നാണം കെട്ടു. ആ ലാസ്റ്റ് പറഞ്ഞ വാക്കൊന്ന് മാറ്റിത്തരാമോ? ആ ഹൃദയ കഴിഞ്ഞിട്ടുള്ളത്. ഹൃദയശൂന്യൻ. അത് വേണ്ട, ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതിയാ. ഞാൻ കടയിൽ പോകുന്നു, അയാൾ 1 രൂപ തരുന്നു, ഞാൻ വാങ്ങുന്നു, എന്നിട്ട് ഞാൻ പറയുന്നു, യു ആർ എ ക്രൂവൽ മാൻ വിത്തൗട്ട് എ കൈൻഡ് ഹാർട്ട്. എങ്ങനെ? അത് കൊള്ളാം. ഷേക്സ്പിയറിന്റെ 2 വരികളൂടെ പറയാം. ഞാൻ പറയുമ്പോൾ നീ കേട്ടാ മതി. എന്താണ് മോളെ? അമ്മ നല്ലതും തരണേ. ഇവിടെ അമ്മമാരും ഇല്ലല്ലേ? അച്ഛാ വല്ലതും തരണേ. ഡേയ്, ആ പൈസ ഇങ്ങ്. അച്ഛാ വല്ലതും തരണേ. വല്ലതും കൊടുക്കേട്ടാ, പാവല്ലേ. ഞാൻ കൊടുക്കാം മോളെ. എനിക്കിന്ന് വലിയ സന്തോഷമുള്ള. ഒരു ഇല്ലേ? ഒരു ഇത് വാങ്ങലടേ. 1 രൂപ മതി. അതെന്താ ചേട്ടാ ഈ പൈസ വേണ്ടാത്തത്? എന്റെ 1 രൂപ ഇല്ലടേ. ഗൂഗിൾ പേയിൽ അയക്കാൻ പറ്റൂ? നിന്നെ എനിക്ക് അറിയാമല്ലേ. ആണോ ചേട്ടാ ഇത്? മോൾ ഇവിടെ നിന്നോ, ഞാൻ ഇപ്പൊ വരാം. അടുത്തതിൽ ഞാൻ സൂപ്പർ ആയിരിക്കും അല്ലേ? നിനക്ക് ചെമ്പരത്തി തന്നെടേ നല്ലത്. Suena más que yo que chica le di.
थोड़ी सी चंचलता मन में भरी थी, शैतानी नजरों में देखा जो उसको, घर जाते रास्ते पे सहमी पड़ी थी। ये ऐसी कहानी है सबको बतानी है, ना कोई राजा है ना कोई रानी है, कलयुग है आया ये उसकी निशानी है, कलयुग है आया ये उसकी निशानी है।